വാ സാറേ, അകത്തിരിക്കാം. അവളില്ല ഇവിടെ. അവളെ വിളിക്ക്. തനുജ ഇവിടെ ഇല്ല. അവളെ വിളിക്കാനാ പറഞ്ഞത്. നന്ദു, ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ട വസ്തു വിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവള് നോട്ടീസ് അയച്ചിരിക്കുന്നു. അവൾ ആരാ? അവളെ വിളിക്കും ഇങ്ങോട്ട്. ഞാൻ ചോദിക്കാം അവളോട്. നന്ദു പ്ലീസ്, ബഹളം വേണ്ട. വാ സാറേ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നിങ്ങളോട് എന്ത് സംസാരിക്കാനാ? അവളെ വിളിക്കാനാ പറഞ്ഞത്. നന്ദു, ഞാൻ പറയാം. തനുജ ഒന്ന് വിളിക്കൂ അങ്കിൾ. ചില കാര്യങ്ങളൊന്ന് സംസാരിക്കാനാ. മോളെ, അവള് പുറത്തു പോയിരിക്കുക. അത് മാത്രമല്ല, അവളിപ്പോ ഞങ്ങളുടെ നിയന്ത്രണത്തിലുമല്ല. അങ്ങനൊന്നും പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അച്ഛൻ മാസം മാസം കൃത്യം പൈസ തന്നതേ അവളെ എങ്ങനെയെങ്കിലും വളർത്തിയിട്ട് ഞങ്ങൾക്ക് നിയന്ത്രണം ഇല്ലെന്ന് പറയാനല്ല. നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കേണ്ടവരാ ഞങ്ങള്. സത്യത്തെ നിങ്ങളുടെ മുഖത്ത് നോക്കാൻ കൂടി പ്രയാസപ്പെട്ടാ ഞങ്ങൾ നിൽക്കുന്നേ. ബലരാമൻ സാറിന്റെ മരണം പോലും അവള് കാരണമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞ് നേരെയാക്കാൻ ശ്രമിക്കാമെന്നേ പറ്റൂ. തല്ലി പഠിപ്പിക്കാന്ന് വെച്ചാ അവള് ഞങ്ങളെ കൊന്നുകളയും. ജീവനിൽ കൊതിയില്ലാത്തവരുണ്ടോ സാറേ? ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാലോ. അവളിപ്പോ ബലരാമ സാറിന്റെ വീട്ടിലെ ആളാ. ചന്ദ്രമതി മേഡത്തിന് നിങ്ങളോട് പകയുണ്ടല്ലോ. അതിന് അവരിവളെ ഉപയോഗിക്കുന്നു. ഇവളെ നേട്ടത്തിനായിട്ട് അവരെയും. രണ്ടു കൂട്ടരും കൂടി നല്ലൊരാളെ ജയിലിലാക്കി. ബാക്കിയുള്ളവരുടെ സമാധാനം കൂടി ഇല്ലാതാക്കി. ദേവി, നീ വാ, നമുക്ക് തേവക്കാട്ട് പോവാം. അവൾ അവിടെ കാണും. നന്ദു പ്ലീസ്. ആ വേണ്ട, എന്തായാലും അവൾ ഇവിടെ വരുമല്ലോ. കണ്ട് കാര്യം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നീ വാ, അകത്തിരിക്കാം. മോള് വാ, അകത്തിരിക്കാം. വാ. അമ്മ പേടിക്കണ്ട. ഞാൻ ലക്ഷ്മി ചേച്ചി വിളിച്ച് പറയാം. ആ ഞാൻ പറഞ്ഞോളാം. ശരി, അങ്ങനെ ചെയ്യാം. അതെ, ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വരാം. ആ അമ്മയെ വിളിച്ചത്. അമ്മ അടുക്കളപ്പുറത്ത് ഇറങ്ങാൻ നോക്കിയപ്പോ കാല് വഴുതി വീണു. അയ്യോ, എങ്കിൽ നിങ്ങൾ ചെല്ല്. അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്ല, അയൽപ്പക്കത്തെ ചേച്ചിയെ വിളിച്ച് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാവം അമ്മ ആകെ പേടിച്ചിരിക്കായിരിക്കും. നന്ദം വന്നിട്ട് പോകാന്നാ കരുതിയ. എന്നാ പിന്നെ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. അല്ലല്ല, ഞാനും വരാം. അമ്മയുടെ അവസ്ഥ എന്താണെന്നറിയില്ലല്ലോ. ഒരു സഹായം വേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നിൽക്കാതെ വേഗം ചെല്ലും മോളെ. ഗിരീഷേ, ഇവിടുത്തെ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ വിളിക്കാം. നന്ദം വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്ന് വിളിച്ചു വരണേ അമ്മേ. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ ചെല്ല്. സാറേ, ഏതായാലും ഇരുന്നില്ലേ, ആ ചായ കുടിക്കേ. നിങ്ങളുടെ മോളെ കാണാനാ വന്നേ, അല്ലാതെ. നന്ദു തനുജ വന്നിട്ടുണ്ട്. നന്ദു, തനുജോട് ഞാൻ സംസാരിക്കാം. നന്ദു ഇടപെടണ്ട. ആഹാ, ചേട്ടനും നാത്തൂനും എപ്പോ വന്നു? ആ അമ്മ, ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തല്ലോ, നന്നായി.
അല്ല ചായ കുടിക്കാങ്ങളെ? ചായ കുടിക്കാനല്ല ഞങ്ങൾ വന്നത്. നന്ദു പ്ലീസ്. ഏട്ടൻ ക്ഷുഭിതനാണല്ലോ. തനുജ, നന്ദുവിന് ദേഷ്യം വരുന്നതിന് അതിശയിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ശാന്തമായിട്ട് കുറച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. അതുകൊള്ളാം. നിങ്ങളുടെ ആവശ്യം വരുമ്പം ശാന്തം, എന്റെ കാര്യമാണെങ്കിൽ രൗദ്രം.